ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങളിത് നടക്കാൻ വന്നപ്പോൾ കണ്ടത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ റോഡ് ട്രെയിൻ. കണ്ടോ, ഒരു ലോറിയുമ്പോൾ തന്നെ 3 ബോഗിയായിട്ട് കണ്ടോ, കണ്ടെയ്നർ കണ്ടോ, 3 ഇങ്ങനെ 3 കണ്ടെയ്നറായിട്ടാണ് പോകുന്നത്. കണ്ടോ, ഏറ്റവും വലുത് ഇപ്പൊ മൂവ് ചെയ്യുന്നത് കണ്ടോ. കണ്ടോ, അത് ഈ ഓസ്ട്രേലിയയിൽ ഇവിടെ വന്നപ്പോഴാണ് ഈ റോഡ് ട്രെയിൻ ഞാൻ കണ്ടത്. അടുത്ത റോഡ് ട്രെയിൻ വരട്ടോ. അടുത്ത റോഡ് ട്രെയിൻ വരികയാണത്. അത് 2 ബോഗിയുള്ള സംശയമുണ്ട് കേട്ടോ. 4 ബോഗിയുള്ളതുണ്ട്, 2 ബോഗിയുള്ളതുണ്ട്, 3 ബോഗിയുള്ളതുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ ഓസ്ട്രേലിയയിലാണ് ഈ റോഡ് ട്രെയിൻ ഉള്ളത്. നമുക്ക് കടക്കാം. പോലീസുണ്ട് അവിടെ. കണ്ടോ, ഇത് കണ്ടോ, ഇതേ ഇപ്പൊ ടാങ്കർ ലോറിയാണിത്. കണ്ടോ, ടാങ്കർ ലോറി കണ്ടോ. ഇങ്ങനെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് പ്രേക്ഷകർ ഇതൊന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഇവിടുത്തെ സ്കൂൾ ബസ്സാട്ടോ അത്, സ്കൂൾ ബസ്. അങ്ങനെ ഇവിടെ ഒരു പാലമുണ്ട്, കടലിനെ ക്രോസ് ആയിട്ട് ഇവിടെ ഒരു പാലമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഒരു ബീച്ചും ഫിഷിങ്ങിന് പോണത് ആളുകൾ വന്ന് കയറണതും ഇതെല്ലാം നമുക്കാണ്. ഈ ഭാഗത്താണ് ബീച്ചായിട്ട് നമ്മൾ കുളിക്കാനൊക്കെ ഇറങ്ങാൻ പറ്റും. ഈ ഭാഗത്ത് ബോട്ടുകൾ വരും. ഇത് ഫിഷിങ്ങിന് പോയിട്ട് വരുന്ന ബോട്ടുകൾ വന്ന് കയറിക്കിടന്ന് കയറ്റിക്കൊണ്ട് പോകുന്ന ഭാഗമാണ്. ഇതാണ് ഇവിടുത്തെ പാലം. പാലം എന്ന് പറഞ്ഞാൽ തന്നെ ചാട്ടോ. എന്താണ് നടപ്പാതെ നോക്കി എന്ത് വീതിയാന്ന്. ഒരു വണ്ടി പോണ വീതിയുണ്ട് 2 സൈഡിലും. ഉണ്ടാ പുളിമുട്ടിയിട്ടങ്ങനെ ഉണ്ടാ. നമ്മളവിടെ അങ്ങനെയല്ലേ പറയാ, പുളിമുട്ടിന്ന് കല്ലുകള്. വെയിലേറ്റം വരുമ്പോ അവിടെ വരെ വെള്ളം വരും. വെയിലേറ്റം മിക്ക സമയത്തും ഉണ്ടാവും. അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് കടൽ തീരത്ത് വരെ എത്തിയിട്ടാണ്. 15 മിനിറ്റ് നടക്കണം. ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് 15 മിനിറ്റ് നടന്നാൽ കടലിന്റെ അരികിൽ വന്നു. ഇവിടെ നോക്കുമ്പോ ആ കാണുന്നത് ടൗണാണ്. ഇവിടുത്തെ റോഡ് സൈഡില് ഇതാ വരുന്ന അടുത്ത വണ്ടി വരുന്നു. 2 ബോഗിയുള്ള വണ്ടി ഉണ്ടോ. 2 ബോഗിയുള്ളത് റോഡ് ട്രെയിൻ. ഇവിടെ ഞങ്ങളില് റോഡ് ട്രെയിൻ എന്നാണ് പറയുന്നത്. ഇതാ ആ അക്കരെ കാണുന്നത്. ഇവിടെ നോക്കുമ്പോ യു കുറവാ, ആ ഭാഗത്ത് നോക്കുമ്പോ കാണുന്നതാണ് ഇവിടുത്തെ പട്ടണം.